ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഋഷിയും യമുന റാണിയും തമ്മിൽ ഇപ്പൊ കിച്ചൺ ഏരിയയിൽ വെച്ചിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടായി. ഋഷി പറയുന്നു ജിൻഡപ്പന് ഗെയിമിന്റെ ടെമ്പോ അറിയാമെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഋഷി പറയുന്ന ഒരു കാര്യമാണ് ജിൻഡപ്പന് ഗെയിമിന്റെ ടെമ്പോ അറിയാം എന്നിങ്ങനെ. ആ സമയത്ത് യമുന ചേച്ചി പറയുന്നുണ്ട്, ജിൻഡോ ശരിക്കും ഇങ്ങനെയാണോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഗെയിമിന് വേണ്ടി മാറിയതാണോ എന്ന് പുറത്തിറങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ പുറത്തിരുന്നിട്ട് ജിൻഡോ കാണിച്ചതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത് എന്ന്. അപ്പൊ അതുപോലെ പറയുന്നുണ്ട്, വന്നപ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ ഗെയിം എന്നൊരു ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ബോണ്ടിങ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, സ്നേഹമില്ല. ഇന്നലെ വന്നപ്പോൾ മുതലേ യമുന റാണി ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടിങ്ങും ഒക്കെ ആവാമായിരുന്നു, അതൊന്നും ഉണ്ടാവില്ല എന്നങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അൻസിബയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അൻസിബയെ പോലെ ഒരു ചേച്ചിയൊക്കെ കിട്ടിയാൽ എന്ത് നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഋഷിയുടെ ഫാമിലി വന്നപ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഋഷിയുടെ ഇത്രയും ദിവസം പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് യമുന ചേച്ചി പറയുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ നെഗറ്റീവായിട്ടൊന്നും എടുക്കുന്നില്ല. കാരണം എന്താ പറയുക, സെക്കൻഡ് വീക്കിലോ അങ്ങാണ്ട് ഔട്ടായ ഒരു കണ്ടസ്റ്റന്റ് ആണല്ലോ യമുന റാണി. തേർഡ് വീക്കിൽ അങ്ങാണ്ട് ഔട്ടായ കണ്ടസ്റ്റന്റ് ആണ്. പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരിയുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. പ്രേക്ഷകർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.